പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 9 ചൊവ്വ. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഞാൻ നിന്റെ അപേക്ഷപ്രകാരം ചെയ്തിരിക്കുന്നു, ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുൻപ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. പ്രിയമുള്ളവരെ, വിജയത്തിനുള്ളതായ പല വഴികളും ലോകം നമ്മെ പഠിപ്പിക്കുന്നു. പുസ്തകങ്ങളും ക്ലാസ്സുകളും ട്രെയിനിങ്ങും അനുഭവങ്ങളുമൊക്കെ. എന്നാൽ ഇതിലൊന്നും ഉറപ്പായി നൽകാത്തതായ ഒരു ഗുണമുണ്ട്: ശരിയായ തീരുമാനം എടുക്കുവാനുള്ള ജ്ഞാനം. ഒരു നിമിഷത്തിലെ തെറ്റായ തീരുമാനം ഒരു ജീവിതകാലത്തെ ദുഃഖമാകാം. എന്നാൽ ഒരു തീരുമാനം, അതും ദൈവത്തിൻ്റെ ആലോചനയോടെയാണ് എങ്കിൽ, ഒരു തലമുറയുടെ അനുഗ്രഹമായി മാറാം. ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവസന്നിധിയിൽ ജ്ഞാനം ചോദിച്ച ശലോമോന്റെ അത്ഭുതകരമായ അനുഭവമാണ്. ശലോമോൻ ആവശ്യപ്പെട്ട ദീർഘായുസ്സല്ല, ശത്രുക്കളുടെ നാശമല്ല, സമ്പത്തല്ല. അവൻ ചോദിച്ചത് ജനത്തെ ന്യായമായി നയിക്കാനുള്ള ഒരു ജ്ഞാന ഹൃദയം തരണമേ. ഇതിന് പിന്നിലെ സിദ്ധാന്തം എന്നത്, ജ്ഞാനം അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി തീരുമാനം എടുക്കുവാൻ താല്പര്യപ്പെടുന്നവർക്കാണ് ജ്ഞാനം നൽകപ്പെടുന്നത്. ജ്ഞാനം ചോദിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സോടെ നടക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ അടയാളവുമാണ്. വചനം പറയുന്നു, ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവുമുള്ളതായ ഹൃദയം തന്നിരിക്കുന്നു. ജ്ഞാനം മനുഷ്യന്റെ പഠനത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടാകുന്ന ഒരറിവല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ബൈബിളിൽ ജ്ഞാനം ലഭിച്ചതായ അനേകരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യൗസേഫ്, സ്വപ്ന വിശദീകരണത്തിന് ദൈവത്തിൻ്റെ ജ്ഞാനം അവന് ലഭിച്ചു. ദാനിയേൽ, രാജാക്കന്മാരുടെ മുമ്പിൽ വിവേകത്തോടുകൂടെ ആയിരിക്കുവാൻ. പൗലോസ്ലീഹ, ആഴത്തിലുള്ളതായ ജ്ഞാനം പ്രാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിലൂടെ നാം പഠിക്കേണ്ടത്, ദൈവം നൽകുന്നതായ ഒരു മിനിറ്റ് ജ്ഞാനം മനുഷ്യൻ പഠിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അറിവിനേക്കാൾ ശക്തമാണ്. ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് സേവനമാണ്. ദൈവം ശലോമോനെ രാജ്യത്തെ ന്യായമായി നയിക്കാൻ ജ്ഞാനം നൽകി. അതവൻ്റെ വ്യക്തിപരമായ ഉയർച്ചയ്ക്കല്ല, ജനത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് കഴിവ് നൽകുന്നത് ഉന്നത സ്ഥാനത്തേക്ക് ഉയരാൻ അല്ല, ഉത്തരവാദിത്വത്തോടുകൂടെ നയിക്കുവാനായിട്ടാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവം നൽകുന്നതായ ജ്ഞാനം സ്വാർത്ഥതയ്ക്കല്ല ഉപയോഗപ്പെടുത്തേണ്ടത്, അത് സേവനത്തിനാണ്. ഇന്ന് നാം എവിടെ ആയിരുന്നാലും, അത് കുടുംബത്തിലായിക്കൊള്ളട്ടെ, സഭയിലായിക്കൊള്ളട്ടെ, ജോലി സ്ഥലത്തെ ലീഡർമാരായിക്കൊള്ളട്ടെ, നമുക്ക് ആവശ്യമായത് ദൈവികമായി നയിക്കപ്പെടുന്ന ഹൃദയമാണ്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക, ചോദിക്കുക, കർത്താവേ, എൻ്റെ ഈ ആഗ്രഹം നിന്റെ മനസ്സാണോ? അതുപോലെ സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് വിട്ട് സേവന മനസ്സ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ജ്ഞാനം ആവശ്യപ്പെടുക. ജ്ഞാനം ആവശ്യപ്പെടുന്നവർക്ക് മനസ്സലിഞ്ഞ് തരുന്നതായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നയിക്കും എന്നത് നമ്മെ കൂടുതൽ ശക്തരാക്കണം. നാം കേട്ടതായ ധ്യാനത്തില് ശലോമോൻ ഒരു അപേക്ഷ നടത്തി. ദൈവം ആ അപേക്ഷ മാത്രമല്ല നൽകിയത്, അവൻ ചോദിച്ചതിലുപരി അവന് നൽകുന്നു. അവൻ ചോദിച്ചത് ജ്ഞാനമാണ്, എന്നാൽ ദൈവം അതിൽ കൂടുതൽ മഹത്വവും
സമാധാനവും സമ്പത്തും സൗഭാഗ്യമെല്ലാം ജ്ഞാനത്തോടൊപ്പം നൽകുകയും. ഇന്ന് നമ്മോട് ദൈവം ചോദിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? ജ്ഞാനം ചോദിച്ചാൽ ദൈവം എല്ലാ വഴികളും ശരിയാക്കും എന്നതാണ് നാം ധ്യാനിച്ചതായ വചനം നമുക്ക് നൽകുന്നത്. ആയതിനാൽ ദൈവസന്നിധിയിൽ ശരിയായ അപേക്ഷയെ സമർപ്പിക്കുവാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ശലോമോന് ദൈവിക ജ്ഞാനം അവിടെ നൽകിയല്ലോ. ഞങ്ങൾക്കും ന്യായവും സത്യവും തിരിച്ചറിയുവാൻ ജ്ഞാനഹൃദയത്തെ തരണമേ. എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും നിന്റെ മനസ്സിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.